അച്ചുവേ ഞാൻ എപ്പോഴാ ഇറങ്ങണ്ടേ? മുത്തച്ഛൻ അവിടെ ഇരുന്നോ? രാമൻകുട്ടി എവിടെ? പന്ത്രണ്ട് പണിയൊക്കെ തീർന്നു. ഇത്തിരി അലങ്കോലപ്പണി മാത്രം ബാക്കിയുണ്ട്. അലങ്കോലപ്പണിയോ? അലങ്കാരപ്പണി എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കൊളാക്കി. വാ വാ വാ. അച്ചു എത്തിയോ? സദ്യ ഒക്കെ നമുക്ക് കേമാക്കണം കേട്ടോ. പിന്നെന്താ? അടുപ്പ് കൂട്ടലൊക്കെ ആ ഭാഗത്തായിക്കോട്ടെ. ശരി. മേനോനെ, എയർപോർട്ടിലേക്ക് വണ്ടി വിട്ടോ? വിട്ടോ? വിട്ടില്ലല്ലേ? വിടാം. എന്താ ഈ കാണിക്കണേ? വൈകി അങ്ങ് മാറിക്ക്. പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? വെറുതെ അല്ല ഈ പണ്ടാറിന്റെ അകത്തിരിക്ക. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? താ കേൾക്കണത് എങ്ങനെയാ? ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. പിന്നാമ്പറത്തിരുന്ന് ഉരുളി കയറ്റിയുണ്ടോ ചേട്ടാ? എന്നാലും വണ്ടി നിറക്കുമ്പോ എല്ലാം നോക്കിയേക്ക്. മുത്തച്ഛനെ കയറ്റിയുണ്ടോ? വണ്ടി നിറങ്ങാൻ വിളി തുടങ്ങിയിട്ടുണ്ട്. ചെല്. അൻപരുക്ക് അൻപനെ ആടുപട്ട വീടുടയായി വാ 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 സൂക്ഷിച്ച് ഇൻപമൊഴിയിലേതവാ നീ വാ വാ. എന്ത് തല്ലിപ്പുള്ളി പാട്ട്. മുത്തച്ഛനോടൊരു കാര്യം പറഞ്ഞേക്കാം. കുരുത്തക്കേടൊന്നും ഒപ്പിക്കാതെ കലവറയുടെ അവിടെ എവിടെയെങ്കിലും അടങ്ങി. അതെ, കല്യാണ വീടാണ്. തൈക്കളവുമാരായ മുത്തച്ഛിമാര് കാണും. ലൈൻ എടുക്കാൻ നിൽക്കടാ. അയ്യോ, ഇതെന്താ പറ്റി? ഇതിനെവിടെ കൊണ്ടുപോവാ? സാമ്പാറിനിടാൻ കൊണ്ടുപോവാണ്. മുരിങ്ങാക്കോലിന് പാന്റ് ചുപ്പി ഇടിച്ചിട്ട്. മുരുകക്കോലൊക്കെ ഈ പരുവായോ? എന്താ ടയേർഡായാ? എന്നാ നീ എന്റെ പുറത്ത് കയറിക്കടാ. അപ്പൊ മുത്തച്ഛനാ? മുത്തച്ഛൻ നിന്റെ മുതുകത്തല്ലിരിക്കണത്. അതിന്റെ വെയിറ്റ് എനിക്ക് വരില്ലല്ലോ. നീ കയറിക്കടാ. ഒന്ന് പോയേ. എങ്ങോട്ടാ? വിക്രമാദിത്യനും വേതാളം കൂടെ. എടാ നിന്നെ വേതാളെന്ന് വിളിക്കുന്നു. മിണ്ടാതിരി, ഞാൻ കൊണ്ടേ അടുപ്പിൽ വെക്കിട്ടോ. ഇവിടെ പ്രതിഷ്ഠിക്കൂ. കൊടയല്ലേ, പുരാവസ്തുവാ. ഒരു തൈ ഇരിപ്പുണ്ടല്ലോ. തയ്യെങ്കി തൈ തൈപ്പൂയക്കാവരിയാട്ടം തയ്യ. I am Padlal. Your sweet name please? ഭവാനി. ഭവാനി, ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പോയെ പോയെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഭവാനി ആ കുലകൾക്കിടയിലേക്ക് വരുമോ? മൗനം സമ്മതം. ആരവിടെ പടക്കം പൊട്ടിച്ചത്? അവൻ ആ പെൺകുട്ടികൾ എന്തോ വൃത്തിയായിട്ട് കാണിച്ചാ. അയ്യോ, ഞാനല്ല. ഈ മുത്തച്ഛന് ആ മസാല ദോശ എന്തോ മുത്തശ്ശന് എന്തിന്റെ കട? വയസ്സാം കാലത്ത് പെമ്പിളരെ കാണുമ്പോ എന്താ ഇളക്കം? നിന്റെ മുത്തശ്ശിയിലൂടെ ഒരു വർഷത്തോടാ ഞാൻ ജീവിച്ചുള്ളൂ. ചിലപ്പോ അതിന്റെ ഈ മണവാട്ടിപ്പെണ്ണ എവിടെ ഇരിക്കുന്നത്? ഞങ്ങളിവിടെ പാചകത്തിന് വന്നവരാ. എന്നാലും ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം കൊടുക്കാനാ. എവിടെ ഇരിക്കുന്നു? അങ്ങോട്ട് തന്നെ കൊടുത്തോളൂ. ഇത് തന്നെ മണവാട്ടി. അത് ശരി. അപ്പൊ നാണിച്ചിട്ടാണ്ടായിരുന്നല്ലേ? നാണിച്ചിട്ടല്ല, അതിന് സംസാരിക്കാനുള്ള കഴിവില്ല. കഷ്ടം. സംസാരിക്കാൻ കഴിയാത്ത അന്ധയാണെന്ന് കണ്ടാ പറയൂല അല്ലേ? അവിടെ അടുപ്പിൽ തീ കൊടുത്താറായി. നീ എവിടെയല്ലേ? അച്ചു, അച്ചുവിന് എന്റെ മോളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതാണ് മണവാട്ടിപ്പെണ്ണ്, എന്റെ പൊന്നു മോള്. നിന്റെ എല്ലാ അനുഗ്രഹവും ഇവർക്കുണ്ടാകണം. അതങ്ങ് കൊടുക്കും മോളെ. എന്താ ഇത്? നന്നായി വരും, നന്നായി വരും. ഈശ്വര, ഇത്തവണ സാമ്പാർ ശരിയാവണേ. സൂക്ഷിച്ച് പിറകു താഴെ. എന്റെ മുത്തശ്ശനടുത്ത സദ്യക്കുണ്ടാവണേ. ഈശ്വര, ഒരാപത്തും വരുത്തല്ലേ. കൊണ്ടുപോയി ഉടക്കി. ഇതിലേതാണ് കല്ല്? നാറിയല്ല, പ്യാരി. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ, ഞാൻ തേങ്ങ കൊടുത്തപ്പോഴേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. ആഹാ. കൈപ്പുണ്യം ഉണ്ടാവണേ. തേങ്ങയ്ക്ക് ഗ്രിപ്പ് കിട്ടണേ. ആഹാ, ഇതിനകത്ത് ചെരവയായിരുന്നു.
മുതുമുത്തച്ഛന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെരവയാ. ഞങ്ങൾ ഇതിന്നേ തുടങ്ങാറുള്ളൂ വിഘ്നേശ്വര. ഇന്നാ പൂഞ്ഞിക്കര. ആ കൊള്ളാം. അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. ഗുരുഭക്തി ഒന്നുമല്ല, ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ. തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. തടസ്സങ്ങളില്ലാണ്ട് തന്നെ പോണത്. 2 ദിവസമായിട്ട് ലൂസ് മോഷനാ. എന്നേ ചിരട്ടം കൂടി വിഴുങ്ങിക്കോളൂ, അടഞ്ഞോളും. അവിടെ വീൽ ചെയറിൽ ഒരു സാധനത്തിനെ കൊണ്ടിരുത്തിയിട്ടില്ലേ, അതിന് കൊണ്ട് കൊടുക്ക്. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ആയുധം വെച്ച് കളിക്കാൻ ഇയാൾ ആരോ മത്സരം. നമസ്കാരം. പറഞ്ഞു സാർ മാല. രാമൻകുട്ടി ഈ മാല ഒന്ന് എവിടെ മോനെ ഇത്? ആ ഈ ആളുകളൊക്കെ വിളിച്ചിട്ട് വന്നാണോ? ദൈവത്തിന് മാത്രം അറിയാം. ഈ പിള്ളേരൊരു കാര്യം. താൻ എന്തേ കാണിച്ചേ? ഒരാടെ മുറിയിലേക്ക് കടന്നു വരുന്ന ഇങ്ങനെയാ? അറ്റ്ലീസ്റ്റ് ഒന്ന് മുട്ടണ്ടേ? ഞാൻ വന്ന് മുട്ടില്ലോ. കുട്ടി ഇരിക്കൂ. എനിക്കടോ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ മുറിയിലേക്ക് ഒരു അന്യ പുരുഷൻ, അതും അനുവാദം കൂടാതെ കിടന്നു വരുമ്പോൾ ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറാൻ കുട്ടി ആരാ പഠിപ്പിച്ചത്? തനിക്കിത് എന്തിന്റെ കേടാ? എനിക്കൊരു കേടുമില്ല. കുട്ടിക്ക് എന്തെങ്കിലും കേട് പറ്റിയോ? താനെന്തിനിങ്ങനെ ചൂടാവണേ? താൻ അവിടെ വെച്ച് എന്നെ ആദ്യം ഇടിച്ച്, അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് തന്നെ ഇടിച്ച്. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ? ഇല്ല, പ്രശ്നം തീർന്നില്ല. ഇനി എന്താ പ്രശ്നം? മാല 2 പുതിയത് വാങ്ങണം. ഓ, അത് ശരിയാ. ഒരു ചെക്കനും പെണ്ണും ഉപയോഗിച്ച മാല വേറൊരു ചെക്കനും പെണ്ണും ഉപയോഗിക്കാൻ പാടില്ല. എന്തോന്ന്? അല്ല, വേറൊരു പുതിയ മാല വാങ്ങിക്കണമെന്ന് പറഞ്ഞതാ. ആ, എന്നാ ദഹനക്കാരൻ ചെല്ല്. ആരാ? ദഹനക്കാരൻ. അറിയാണ്ടൊരു മാല ഇട്ടപ്പോ ഇങ്ങനെ. അപ്പൊ ഞാൻ ശരിക്കും ഒരു മാല ഇട്ടിരുന്നെങ്കി എന്റെ അമ്മോ. സവാള ഗിരി 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 ഗിരി. സവാള ഗിരി 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 ഗിരി. താനൊന്നും മിണ്ടാതിരിക്കണ്ട. ഈ വാർപ്പിന്ന് എന്റെ കോൺസെൻട്രേഷൻ പോണൊന്ന്. പിന്നെ വാർപ്പിന് പരീക്ഷ എഴുതല്ലേ, പണി എടുക്കണോ? തന്നെ പോലുള്ള ആളുകളാ മുത്തശ്ശനെ ചീത്തേക്കുന്നെ. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അതിലിത്തിരി ജീരകത്തിന്റെ കുറവുണ്ട് കേട്ടോ, കുറച്ചുകൂടി പിടിച്ചിട്ടുള്ളൂ. പോഞ്ഞിക്കരെ, ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസില് പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. മസില് പിടിക്കുന്ന കാര്യമല്ല, മസാല. ഇതിലാരാ ചേരുവ ചേർത്തത്? ഞാനാ. ആ, അതെന്നെ. എങ്ങനെ വെറുതെ അല്ല, എല്ലായിടത്തും അച്ചുകൊണ്ട് കൈ എത്രയെന്ന് പറഞ്ഞാ എന്താണോ തേയിലുള്ളിൽ കളിക്കാ? അതിട്ടങ്ങടെ കളിക്ക. എന്താ അവിടെ? ഒരു കോട്ട് പോയി ഇടാൻ പാടില്ലേ? ഇത് പിന്നെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ല. കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കുന്നുണ്ട്. നീ ഒന്ന് രുചിച്ചു നോക്കിട്ട് കാര്യം പറ. സിഗരറ്റും ബീഡിയും വലിച്ചിട്ട് എന്റെ നാവിന്റെ രുചി പോയി കിടക്കുക. ആഹാ, അച്ചുകൊണ്ട പോലെ തന്നെ. അതെന്താ സാമ്പാറിന് താടി മീശുണ്ടാ? കൂടുതൽ ഇളക്കല്ലേ. ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടോ, താനെങ്ങനെ പോണേ? അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എന്നാ പിന്നെ അത് പറ. കേട്ടില്ല പന്നി. ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എനിക്ക് ടെൻഷൻ ഒന്നും, ഞാൻ എന്റെ 2 കാലും അടുപ്പിൽ വെച്ച് കത്തിക്കിട്ടു. അപ്പോഴേ നീ പഠിക്കുള്ളൂ. എടാ, ആ കിണ്ടി എങ്ങനെ തൊക്കോട് തിരിച്ചു വെക്കുന്നേ ലക്ഷണക്കേടാ. ഓ, അതല്ലേ. കിണ്ടി തിരിച്ചു വെക്കാൻ പറഞ്ഞേ, നീ എന്തിനാ തിരിഞ്ഞിരുന്നത്? ആ, കിണ്ടിന്നാണല്ലേ പറഞ്ഞത്. ഞാൻ കേട്ടത് കുണ്ടിന്ന. സോറി, തെറ്റിദ്ധരിച്ചു. ആ, അങ്ങനെ വെക്ക്. കിണ്ടിയുടെ വാൾ തൊക്കോട്ട് വെക്കുന്നത് ഉദയത്തിലേക്ക് മാത്ര. ഈ ചട്ടു എങ്ങനെ തെക്കോട്ട് തിരിച്ചു വെക്കാൻ മുത്തച്ഛ? കളിയാക്കണ്ട. ക്ഷേത്രവും വഴിപാടൊന്നും ഇല്ലാത്തവന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല.